ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ സൂപ്പർ മാങ്കയിലെ ബീസ്റ്റ് ഗോഹാൻ ആർക്കിന്റെ പാർട്ട് 2 ആണ്. നിങ്ങൾ മാങ്കയൊക്കെ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 102ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഗോകു ഇൻസ്റ്റന്റ് ടെലിപ്പോർട്ടേഷൻ വെച്ച് ഗോഹാന്റെ അടുത്ത് എത്തുന്നു. നിന്റെ ഇപ്പോഴുള്ള കീ എനർജി നല്ല അടിപൊളിയായിട്ടാണ് ഉള്ളത് എന്ന് നമ്മുടെ ഗോകു ഗോഹാനോട് പറയുന്നു. ഗോകു പറയും, നീ എൻ്റെ കൂടെ ബീറോസിന്റെ പ്ലാന്റിലേക്ക് വാ. നിന്റെ പുതിയ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് എനിക്ക് കാണിച്ചു തരണം. നീ എത്രത്തോളം പവർഫുൾ ആയി എന്നത് എനിക്കറിയണം എന്നൊക്കെ നമ്മുടെ ഗോകു പറയുന്നു. അപ്പോൾ തന്നെ ഗോഹാൻ പറയും, ഒരു മിനിറ്റ് ഞാൻ വരാം, എൻ്റെ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിനുള്ളിലേക്ക് ഓടിപ്പോകുന്നു. ഗോഹാൻ ആ വീട്ടിലേക്ക് ഓടുന്ന സീനൊക്കെ കുറച്ച് ഫണ്ണായിട്ട് തോന്നി. ഈ സമയം ഗോകു ഗോട്ടനും ട്രങ്ക്സിനെയും കണ്ടിട്ട് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ തന്നെ ഗോട്ടൻ ഞങ്ങളിവിടെ വെറുതെ ഗോഹാന്റെ വീട്ടിൽ വന്നതാണെന്നൊക്കെ പറഞ്ഞ് പതിയെ വിഷയം മാറ്റാൻ തുടങ്ങും. അങ്ങനെ ഗോഹാൻ ഡ്രസ്സൊക്കെ മാറ്റി നമ്മുടെ ഗോട്ടൻ, ട്രങ്ക്സ്, ഗോഹാൻ അതുപോലെ ആ റെഡ് റേബൻ ആർമിയിലുള്ള രണ്ടാൾക്കാരും ആ ഒരു കാറോടുകൂടി ഗോകു ടെലിപ്പോർട്ട് ചെയ്ത് നമ്മുടെ ബീറൂസിന്റെ പ്ലാനിൽ എത്തുന്നു. എത്തിയപ്പോഴാകട്ടെ നമ്മുടെ വിസ്, ബ്രോലി, ലെമോ, ചീലൈ തുടങ്ങിയവരൊക്കെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുകയാണ്. ഗോട്ടൻ, ഗോഹാൻ, ട്രങ്ക്സ് ഇവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ ഒരു ബീറോസിന്റെ പ്ലാനറ്റ് കാണുന്നത്. ഈ സമയം വെജീറ്റ ട്രങ്ക്സിനെ കണ്ട് നീയും ഇവന്റെ കൂടെ വന്നോ എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു റെഡ് റേബൻ ആർമിയിലുള്ള രണ്ടുപേരും ഇതേതാ സ്ഥലമെന്ന് മനസ്സിലാകാതെ ചുറ്റും നോക്കുന്നൊക്കെ ഉണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഗോകു ഗോഹാനോട് പറയും, നീ എന്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഫൈറ്റ് ചെയ്യണം. നിന്റെ പവർ എത്രത്തോളം ഇൻക്രീസ് ആയി എന്ന് എനിക്ക് മനസ്സിലാകണം. അതുപോലെ തന്നെ ഒരുപാട് നാളായി നിന്റെ കൂടെയൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് എന്ന് നമ്മുടെ ഗോകു പറയുന്നുണ്ട്. ഗോകുവിന്റെ ഈ ഒരു ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. തന്നേക്കാൾ പവർഫുൾ ആയതോ അല്ലെങ്കിൽ തന്റെ അതേ രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ ജസ്റ്റ് ഒന്ന് ഫൈറ്റ് ചെയ്യണം. എന്നാൽ പിന്നെ ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഫൈറ്റ് ചെയ്യാമെന്ന് നമ്മുടെ ഗോഹാനും പറയുന്നു. അങ്ങനെ ഈ സമയമായിരിക്കും നമ്മുടെ ബീറോസിനെ കാണിക്കുന്നത്. ബീറസ് പറയും, കണ്ട എല്ലാവരെയും ഇവിടെ കൊണ്ടുവരാൻ ആരാണ് നിന്നോട് പറഞ്ഞത് എന്ന രീതിയിൽ നമ്മുടെ ബീറസ് സംസാരിക്കുന്നു. അപ്പോൾ തന്നെയാണ് നമ്മുടെ വിസ് പറയുന്നത്, ഇതൊന്നും വലിയ കുഴപ്പമില്ല, അവർ എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണാൻ സാധിക്കുമെന്നും വിസ് പറയുന്നു. അങ്ങനെ ഗോകു വേഴ്സസ് ഗോഹാൻ എന്ന ഫൈറ്റ് സ്റ്റാർട്ട് ആകാൻ പോകുന്നു. അപ്പോൾ തന്നെ ഗോകു ചോദിക്കും, നിന്റെ പുതിയ പവർ എന്താണ്, സൂപ്പർ സൈൻ 2ഓ അതോ സൂപ്പർ സൈൻ 3ഓ? ഗോഹാൻ പറയും, ഇതൊന്നുമല്ല, ഈ ഒരു ഫോമിന്റെ പേരാണ് ബീസ്റ്റ്. പിക്കലോ ആണ് ഈ പേര് വച്ചതെന്നും പറയുന്നു. അതുപോലെ തന്നെ ഗോകു ചോദിക്കും, ഈ ഒരു ബീസ്റ്റ് ഫോം നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമല്ലോ എന്നും ചോദിക്കുന്നുണ്ട്. ഗോഹാൻ പറയും, എനിക്ക് കഴിയും, പിക്കലോ എനിക്ക് ഇതിന്റെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് കേട്ട് ഗോകു, എന്ത് പിക്കലോയോ? പിക്കലോയും കുറെ ഇംപ്രൂവ് ആയതുപോലെ തോന്നുന്നുണ്ടല്ലോ. അതുപോലെ പിക്കലോയ്ക്കും പുതിയ ഫോമൊക്കെ വന്നത് നമ്മുടെ ഗോഹാൻ ഗോകുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഗോകു പറയും, എന്നാൽ നിന്റെ കൂടെ ആദ്യം ഫൈറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് പിക്കലോയുടെ കൂടെ ഫൈറ്റ് ചെയ്യാന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നു. അങ്ങനെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും വെജീറ്റ ട്രങ്ക്സിനോട് ചോദിക്കുന്നത്, ഈ ഗോഹാനും എല്ലാവരും പുതിയ ട്രാൻസ്ഫോർമേഷനൊക്കെ കൊണ്ടുവന്നു, നീ എന്തെങ്കിലും ചെയ്തിനോ എന്ന് സ്വന്തം മോനോട് നമ്മുടെ വെജീറ്റ ചോദിക്കുന്നു. അപ്പോഴാണ് വെജീറ്റ നമ്മുടെ ഗോകുവിനോട് പറയുന്നത്, ആദ്യം നമുക്ക് ഗോഹാന്റെ കൂടെ ഗോട്ടൻ ആൻഡ് ട്രങ്ക്സിനെ ഫൈറ്റ് ചെയ്യിപ്പിക്കാം. ഇവരും ഇപ്പോൾ പഴയ കുട്ടികളല്ലല്ലോ, കുറച്ചൊക്കെ വലുതായില്ലേ, ഇവരും എത്രത്തോളം പവർഫുൾ ആയി എന്ന് നമുക്ക് നോക്കാമെന്നൊക്കെ വെജീറ്റ പറയുന്നു. എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ച് ഗോഹാൻ ആൻഡ് ഗോട്ടൻ ആൻഡ് ട്രങ്ക്സ് എന്ന ഫൈറ്റ് സ്റ്റാർട്ട് ആകുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നും തന്നെ മനസ്സിലാകാതെ നമ്മുടെ ബ്രോലി ഇരിക്കുന്നുണ്ട്. ബ്രോലി ആദ്യമായിട്ടാണ് നമ്മുടെ ഗോഹാൻ, ഗോട്ടൻ ആൻഡ് ട്രങ്ക്സിനെ ഒക്കെ കാണുന്നത്. അപ്പോഴാണ് നമ്മുടെ വിസ് ബ്രോലിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഗോകുവും വെജീറ്റയുടെ മക്കളാണ് ഇവരൊക്കെ, ഇവരുടെ ബോഡിയിലും സെയ്യൻ രക്തമാണ് ഓടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ സമയം നമ്മുടെ ട്രങ്ക്സ് ആ റെഡ് റേബൻ ആർമിയിലുള്ള രണ്ടു പേരോടും ക്യാമറ ഓണാക്കി വെച്ചോ, ഒരു കിടിലം ഫൈറ്റ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് രണ്ടുപേരും ആ ഒരു സെയ്യാമന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഗോട്ടനും ട്രങ്ക്സും ആണെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒന്നും ഒരു ആവശ്യവുമില്ല, കാരണം നമുക്കറിയാം അവർ ഇപ്പോഴും സത്യം പറഞ്ഞ കുട്ടികൾ തന്നെയാണ്. വെജീറ്റി ഇതൊക്കെ കണ്ട് തലക്ക് കൈവച്ച് നീ എന്റെ പേര് കളയും എന്നുള്ള രീതിയിലൊക്കെ നോക്കുന്നുണ്ട്. ഈ സമയമായിരിക്കും നമ്മുടെ ഗോഹാൻ പറയുന്നത്, ആ തലയിലുള്ള സാധനം ആദ്യം എടുത്തു മാറ്റി, നിന്റെ ചുറ്റുമുള്ള എനിമിയെ പോലും നിനക്ക് കറക്റ്റായിട്ട് ആ സാധനം വെച്ച് കാണാൻ സാധിക്കില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കുറച്ച് സീരിയസ് ആകുന്നു. അപ്പോൾ തന്നെ രണ്ടുപേരും സൂപ്പർ സൈൻ ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട ഉടൻ തന്നെ നമ്മുടെ ബ്രോലി ഷോക്ക് ആകുന്നു, കാരണം പുള്ളിക്കാരനും ഈ ഒരു സൂപ്പർ സൈൻ ആകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ബ്രോലി വിസിനോട് ചോദിക്കും, ഇതുപോലെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേഗം തന്നെ സൂപ്പർ സൈൻ ആകാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ തന്നെ വിസ് പറയും, എർത്തിലുള്ള സെയ്യൻസിന് എന്തുകൊണ്ടോ അറിയില്ല, അവർ വേഗം തന്നെ സൂപ്പർ സൈൻ ആകുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഫൈറ്റിൽ ഗോട്ടനും ട്രങ്ക്സും സൂപ്പർ സൈൻ ആയതുകൊണ്ട് തന്നെ ഇവർക്കാണ് കുറച്ചൊന്ന് അഡ്വാൻറ്റേജ്. ഇനി ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കി ഗോഹാൻ ആ ഒരു അൾട്ടിമേറ്റ് ഫോമിലേക്ക് വരുന്നു, അതായത് മിസ്റ്റിക് ഫോം. അങ്ങനെ പിന്നെയും ഇവരുടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ ഗോട്ടനും ട്രങ്ക്സും
നമുക്കിനി എന്തായാലും ഫ്യൂഷൻ ആകാം എന്നുള്ള രീതിയിൽ ഫ്യൂഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ തന്നെ ഗോകു കണ്ട് എന്ത് ഫ്യൂഷനോ, എന്നാൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഫ്യൂഷനായി നോക്കുമ്പോഴായിരിക്കും ആ ഒരു തടിച്ചിട്ടുള്ള ഫാറ്റ് ഫോമിലേക്ക് ഇവർ മാറും. ഇത് കണ്ട് ഗോകു, വെജീറ്റ, ഗോഹൺ എല്ലാവരും ഒരു പ്രാവശ്യം കൂടി ഷോക്കാകുന്നു. ഇത്രയും നാളായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫ്യൂഷൻ പോലും മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിലാണ് ഇവരെ നോക്കുന്നത്. അങ്ങനെ ഒരൊറ്റ അടിയിൽ തന്നെ ഗോട്ടങ്സിനെ ഡിഫീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഗോകു വാസസ് ഗോഹാൻ എന്ന ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. രണ്ടുപേരും നല്ല പോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പെട്ടെന്ന് തന്നെ ഗോകു ഫസ്റ്റ് തന്നെ അൾട്രാ ഇൻസ്റ്റിക്റ്റിലേക്ക് മാറുന്നു. അതായത് നമ്മുടെ മാസ്റ്റേർഡ് അൾട്രാ ഇൻസ്റ്റിക്റ്റ്. അപ്പോൾ ഇതാണല്ലേ അൾട്രാ ഇൻസ്റ്റിക്റ്റ് എന്ന രീതിയിൽ നമ്മുടെ ഗോട്ടങ്സും ഗോകുവിനെ നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ബീറസ് വിസിനോട് ചോദിക്കും, നിലവിൽ മോർട്ടൽസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗോകുവിന്റെ ഈ അൾട്രാ ഇൻസ്റ്റിക്റ്റ് അല്ലേ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്. അങ്ങനെ ഈ സമയമായിരിക്കും നമ്മുടെ ഗോഹൺ ആ ഒരു ബീസ്റ്റ് ഫോമിലേക്ക് മാറുന്നത്. ഗോകു ഇത് കണ്ട് ഞെട്ടി ഒന്ന് പുറകിലോട്ട് പോകുന്നുണ്ട്. ഗോകു തന്നെ ഇത് കണ്ടിട്ട് പറയും, ഇത് എന്താടാ ഫോം, ടൺ കണക്കിന് കീ എനർജിയാന്ന് ഒരൊറ്റ അടിക്ക് പുറത്തേക്ക് വരുന്നത് എന്നൊക്കെ പറയുന്നു. ഇത് കണ്ട് നമ്മുടെ വെജീറ്റയും ഒരു കണക്കിന് ഷോക്കായി പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ വിസ് പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇവിടെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നടക്കുമെന്നത്. അങ്ങനെ ഇവരുടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഗോകു ഓൾറെഡി അൾട്രാ ഇൻസ്റ്റിക്റ്റിലാണുള്ളത്. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടുപേരുടെയും ഫൈറ്റിൽ നല്ലൊരു ഇമ്പാക്റ്റ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. അവിടെയുള്ള ആൾക്കാരൊക്കെ പറക്കാനൊക്കെ തുടങ്ങുന്നു. അങ്ങനെ അവിടെയുള്ള ആൾക്കാർക്ക് ഒന്നും ആകാതിരിക്കാൻ വേണ്ടി നമ്മുടെ വിസ് ഒരു ബാരിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ചെറിയ ഫൈറ്റിൽ തന്നെ ആ പ്ലാനറ്റിന്റെ ഒരു ഭാഗം തന്നെ ചെറുതായി നശിച്ചു പോകാൻ തുടങ്ങുന്നുണ്ടാവും. ഈ ഒരു ചിത്രം കണ്ടാൽ തന്നെ ബീറസ് എത്രത്തോളം ദേഷ്യപ്പെടുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിസ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബാരിയർ ഒഴികെ ബാക്കി എല്ലാം തന്നെ അവിടെ നിന്ന് നശിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ പാർട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഫൈറ്റ് അല്ല, ജസ്റ്റ് ഫൺ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ്, എത്രത്തോളം പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. എന്നാലും ഇതിൽ ആര് ജയിക്കാനാണ് ചാൻസ് കൂടുതൽ, നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ബീസ്റ്റ് ഗോഹാൻ ആണോ അതുപോലെ ഗോകുവിന്റെ മാസ്റ്റേർഡ് അൾട്രാ ഇൻസ്റ്റിക്റ്റ് ആണോ ഏറ്റവും പവർഫുൾ എന്ന് നിങ്ങൾ അടുത്ത പാർട്ടിൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു പാർട്ടുമായിട്ട് പിന്നെ വരാം.